നമുക്കിപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ശ്രീ ജി ബൈജു ഉണ്ട്. ശ്രീ ജി ബൈജു, ഗുഡ് മോർണിംഗ് ജി ബൈജു. രണ്ട് പ്രധാനപ്പെട്ട സംശയങ്ങളാണ് നമ്മൾ ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ദൃശ്യം 2019 കട്ടിള പാളി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ചെയ്തിരുന്നു എന്നാണ് അറിയുന്നത്. അങ്ങയുടെ ശ്രദ്ധയിൽ അത് പെട്ടിരുന്നു? അത് ഇത് 2018 ഒരു ഉത്തരവ് പ്രകാരം ഈ കട്ടിളയുടെ അറ്റകുറ്റപ്പണി നടത്താമെന്ന്, അതിന് സ്വർണം പൂശി കൊടുക്കാമെന്നും അറ്റകുറ്റപ്പണി നടത്താമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് അപേക്ഷ കൊടുക്കുകയും ബോർഡ് അത് അനുവദിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വിജയമല്യ ഈ പറയപ്പെടുന്ന ശബരിമല ശ്രീകോവിൽ 98 അദ്ദേഹം സ്വർണം പൂശി സമർപ്പിച്ചപ്പോൾ അന്ന് മുതൽ ഈ കതക് അടയ്ക്കുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുകളും, അതേപോലെ തന്നെ അതിന്റെ അടിഭാഗത്ത് ചെറിയ ഒരു ദ്വാരമുണ്ടെങ്കിലും അതിനകത്ത് എലി ശ്രീകോവിൽ കയറുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അതിനെ അവിടെ പ്രാദേശിക തലത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ ഉള്ള മറ്റുള്ളവരെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ചില റിപ്പയറിംഗ് ഒക്കെ ദേവസ്വം ബോർഡ് നടത്തിയെങ്കിലും അതിന്റെ സൈഡ് അടിച്ച് താക്കുകയും അതിൽ ചെറുതായി കലക്കുകയൊക്കെ ചെയ്ത് ഒക്കെ ബോർഡിന്റെ നമ്മുടെ ആനന്ദൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടിമരമൊക്കെ ഉണ്ടാക്കുന്നവരെ കൊണ്ട് ബോർഡ് ചില റിപ്പയറിംഗ് ഒക്കെ നടത്തിയെങ്കിലും ആ റിപ്പയറിംഗ് ഒന്നും വേണ്ടത്ര ഫലവത്തായില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിന്റെ ആ ഒരു സാഹചര്യത്തിലാണ് ശബരിമലയിലെ കീഴ്ശാന്തിയുടെയൊക്കെ സഹായമായിട്ടൊക്കെ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ രംഗത്ത് വരുന്നു. അദ്ദേഹം പറയുന്നു, ഞാനിത് ശരിയാക്കി ഇത് സമർപ്പിച്ചു കൊള്ളാം എന്ന് ബോർഡിനോട് ആവശ്യപ്പെട്ടപ്പോൾ അന്ന് ബോർഡ് അനുമതി കൊടുത്തതായിട്ടാണ് റെക്കാർഡിക്കലായി രേഖയിൽ കാണുന്നത്. അത് ചെന്നൈ ആസ്ഥാനമാക്കിയുള്ള കേന്ദ്രത്തിൽ വെച്ചാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നിർമ്മാണം പൂർണ്ണമായും ദേവസ്വം ബോർഡ് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെയാണ് കട്ടളയിലും ചെയ്യാനായിട്ട് ചുമതലപ്പെടുത്തിയിരുന്നത്. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി അതിന്റെ ഇപ്പം മാർഗത്തിലായിരിക്കും, ആ സമയത്തായിരിക്കും ഇത് പ്രദർശിപ്പിച്ചത്. ഇതിവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു. സ്ഥാപിച്ചിട്ട് നിലവിൽ അവിടെ ഉണ്ടായിരുന്ന ഉപയോഗിച്ചുകൊണ്ടിരുന്ന കതക്, ആ കതക് വാതിലുകളും ഇപ്പോൾ ശബരിമല സ്ട്രോങ് റൂമിൽ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുമുണ്ട്. അത് പൂർണ്ണമായി ഇളക്കിക്കൊണ്ട് ദ്വാരപാലകന്മാരുടെ സ്വഭാവത്തിൽ ചെന്നൈയിൽ കൊണ്ടുപോയിട്ടില്ല. അല്ലല്ല ശ്രീ ജി ബൈജു, എന്റെ സംശയം അതല്ല, ഈ കട്ടളപ്പാളി സന്നിധാനത്ത് നിന്ന് ഇളക്കിയാണോ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്? അല്ലല്ല, കട്ടളപ്പാളി കൊണ്ടുപോയിട്ടില്ല. അതിന്റെ ആ നിലവിലുള്ള കട്ടളപ്പാളി ഇളക്കിയത് ഇപ്പോഴും ശബരിമല സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം പുതുതായിട്ടൊരു ചെമ്പുപാളിയിൽ സ്വർണം പൂശിയാണ് ഈ കട്ടളപ്പാളിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടാവുക അല്ലേ? കൊണ്ടുവന്നിട്ടുള്ള 2019 അത് അവിടെ രജിസ്റ്ററിൽ സൂക്ഷിച്ചിട്ടുണ്ടോ? ഈ പുതിയ സ്വർണ്ണപ്പാളി കൊണ്ടുവന്നതും രജിസ്റ്ററിൽ സൂക്ഷിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? അത് തിരുവാഭരണ കമ്മീഷന്റെ സാന്നിധ്യത്തിലാണ് അത് ഏറ്റെടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായും തിരുവാഭരണ കമ്മീഷൻ സ്പിത്തും ഒക്കെ ഉള്ളപ്പോൾ അതിന് മതിയായ രേഖകൾ ന്യായമായും അവിടെ കാണേണ്ടതാണ്. അപ്പോൾ ഈ ശബരിമലയിലേക്ക് ഈ സ്വർണ്ണപ്പാളി എത്തിക്കുന്നതിന് മുമ്പാണ് ഈ സ്വകാര്യ പൂജ നടന്നിട്ടുണ്ടാവുക? അതെ. ഓക്കെ, ശരി. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ദ്വാരപാലക ശില്പപാളി ഉണ്ടല്ലോ, ആ ദ്വാരപാലക ശില്പപാളി സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയതിന് ശേഷം 10-39 ദിവസം കയ്യിൽ വെച്ചു. അതിനുശേഷം അയാൾ പലയിടങ്ങളിലും പ്രദർശനം നടത്തി. അതിലൊരു ഭാഗമാണ് ജയറാമിന്റെ വീട്ടിലേക്കും കൊണ്ടുപോയത്. അതങ്ങനെ കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ലല്ലോ, നമ്മുടെ മാനുവലും അനുവദിക്കുന്നില്ല. സന്നിധാനത്തു നിന്നുള്ള ഒരു ദ്വാരപാലക ശില്പപാളി അങ്ങനെ സ്വകാര്യ വീടുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. ഡോക്ടർ അരുൺ, ഇത് രണ്ട് കേസാണ്. കാരണം ഈ കട്ടളപ്പടിയും മറ്റേതും വാതിൽപ്പടികളും പുതിയതായി നിർമ്മിച്ച് അവിടെ എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. മറ്റേ ഭാഗം, അതായത് ദ്വാരപാലകന്മാരുടെ കഥ പറയുന്നു. ഇതിനകത്ത് സ്വാഭാവികമായിട്ട് ഇപ്പം പറയുന്നത് അത് സ്വർണ്ണമല്ല ചെമ്പാണെന്നൊക്കെ ചില തർക്ക വിതർക്കങ്ങൾ നടക്കുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, 98 വിജയമല്യ അത് സ്ഥാപിക്കാൻ വരുമ്പോൾ ശബരിമല ക്ഷേത്രം ശിലയിലായിരുന്നു ചേരുന്നത്. വാതിലൊഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ, മേൽക്കൂരയുടെ ചില ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം ശിലയിലാണ് രൂപം കൊണ്ടത്. ആ ശിലയുടെ പുറത്ത് ചെമ്പ് സ്ഥാപിക്കുന്നത് എന്താണ്? ചെമ്പ് സ്ഥാപിച്ചതിനാണ് സ്വർണം പൂശാനാണ്. അല്ലാതെ വെറുതെ ഒരിക്കലും ദ്വാരപാലകന്മാരുടെ പുറത്ത് ചെമ്പ് സ്ഥാപിക്കില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത് ദ്വാരപാലകന്മാരുടെ വിഗ്രഹത്തിന് പുറത്ത് പൂശിയിരുന്നത് മല്ലയ്യയുടെ കാലത്ത് സ്വർണം പൂശിയിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്.
പിന്നെ അടുത്ത ഭാഗം അല്ല ഒരു സംശയമുള്ളത് ശ്രീജി ബൈജു, അന്ന് സ്വർണം പൂശിയിരുന്നുവെങ്കിൽ ഒരു സംശയം, അത് തേയുന്നു അല്ലെങ്കിൽ സ്വർണം പോകുന്നു, ഫെയ്ഡ് ആവുന്നു എന്ന് പറയുന്നതിനകത്ത് വളരെ അതിൽ ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് നിഷേധിച്ചിട്ട് കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, ശ്രീജി ബൈജു കേൾക്കാമോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളിപ്പോ ഈ സ്വർണം പൂശിയ കമ്പനിയിലെ അഡ്വക്കേറ്റിനോട് സംസാരിച്ചപ്പോൾ, സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഡ്വക്കേറ്റ് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അവർക്ക് 2019 ഈ പാളി കിട്ടിയത് ചെമ്പായിട്ടാണ്, അതിനകത്ത് സ്വർണത്തിന്റെ ഒരു അംശവും ഉണ്ടായിരുന്നില്ല, നേരത്തെ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിരുന്നില്ല എന്നാണ്. ഞാൻ അങ്ങോട്ടാണ് വരുന്നത്. അതായത് ഈ മല്ലയ്യയുടെ വിജയമല്ലയ്യ അവിടെ സ്വർണം പൂശിയത് ഈ പറയപ്പെടുന്ന ഇലക്ട്രോളൈസേഷൻ എന്ന് പറയുന്ന പദ്ധതി അനുസരിച്ചല്ല. വിജയമൻ വളരെ പരമ്പരാഗത രീതിയിലാണ്. അതായത് ഒട്ടകത്തിന്റെ തോല് ഒരു നോട്ട് ബുക്ക് മാതൃകയിൽ തയ്യാറാക്കി ഓരോ പേജിലും 200 ഗ്രാം സ്വർണം പിടിപ്പിച്ച് അത് ചുറ്റിക കൊണ്ട് 500 പ്രാവശ്യം അടിച്ച് ഏറ്റവും അവസാനം അത് ന്യൂസ് പേപ്പറിന്റെ കട്ടിയിലാക്കി മെർക്കുറി വെച്ച് ഒട്ടിക്കുന്ന പരമ്പരാഗത രീതി അനുസരിച്ചായിരുന്നു അവിടെ ആദ്യം സ്വർണം പൂശിയത് ശ്രീ വിജയമല്യ. ഇപ്പോൾ പക്ഷേ സ്മാർട്ട് ക്രിയേഷൻ്റെത് ഇലക്ട്രോളൈസേഷൻ എന്ന് പറയുന്ന ആധുനിക സമ്പ്രദായമാണ്, കുറ്റമറ്റ സമ്പ്രദായമാണ്. അല്ല, ഒറ്റ സംശയം, എനിക്ക് രമേശ് ചെന്നിത്തലയിലേക്ക് പോകണം, അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. ജി ബൈജു, ഒറ്റ കാര്യം, അങ്ങനെയാണെങ്കിൽ മല്യ പൂശിയ സ്വർണം പൂശിയ സാധനം, ആ സ്വർണം മാറ്റിയതിനു ശേഷം ചെമ്പുപാളി കൊണ്ടുപോയി എന്ന് വേണമോ കരുതാൻ? അല്ല, ഒരിക്കലും വിജയമല്യ സമർപ്പിച്ച ദ്വാരപാലകന്മാരിൽ ഒരു കാരണവശാലും സ്മാർട്ട് ക്രിയേഷന്റെ സാങ്കേതിക വിദ്യ അനുസരിച്ച് അതിനകത്ത് സ്വർണം പൂശാനാവില്ല. അപ്പൊ പുതിയതാണത് ഉറപ്പ്. രജിസ്റ്ററിലില്ലല്ലോ അല്ലെ ജി ബൈജു? അത് അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തേണ്ട കാര്യമാണ്. അപ്പൊ അതായത് ആ ദ്വാരപാലക ശില്പം തന്നെ ഒരു പക്ഷേ മോഷണം പോയി എന്ന് കരുതേണ്ടി വരും. അതൊക്കെ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ട കാര്യം. ഇതിന്റെ സാങ്കേതികത ടെക്നിക്കൽ കാര്യങ്ങളുമാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി. പക്ഷെ അതിനകത്ത് അതിന്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളുടെ കമ്പനി പറയുന്നത് അവിടെ എത്തിച്ചിരിക്കുന്നത് ചെമ്പുപാളികൾ മാത്രമായിരുന്നു, അതിൽ സ്വർണത്തിനൊരു അപ്പൊ എന്റെ സംശയം അതാണ്, അത് പരമ്പരാഗത രീതിയിലാണ്, അത് ഒട്ടകത്തിന് തോലൊക്കെ വിരിച്ച് അതിന് പുറത്താണ് ഈ സ്വർണം പാകിയിരിക്കുന്നതെങ്കിൽ ആ ഭാഗം എടുത്തു കളഞ്ഞ് വൃത്തിയാക്കിയതിനു ശേഷം, അതായത് ഈ സ്വർണത്തിന്റെ ഉണ്ടാക്കുന്ന പാല ഉണ്ടാക്കുന്ന പ്രോസസ്സിംഗാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി. അത് മാറ്റിയതിനു ശേഷം ക്ലീൻ ആക്കി വേണമെങ്കിൽ ഈ ചെന്നൈയിലെ ഈ കൂടെ അന്ന് അവിടെ സാന്നിധ്യം ഉണ്ടായിരുന്ന അന്നത്തെ തിരുവാഭരണം കമ്മീഷൻ പറയുന്നു പ്ലെയിൻ പാളിയാണ് കൊണ്ടുവന്നാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ പറഞ്ഞിരിക്കുന്നത്. അതെ, അദ്ദേഹവും അങ്ങനെ പറയുന്നു, കമ്പനിയും അത് തന്നെ പറയുന്നു. ഓക്കെ, താങ്ക് യു ശ്രീ ജി ബൈജു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയാണ് ജി ബൈജു. കാര്യങ്ങൾ കുറച്ചുകൂടി കുരുക്കിലേക്ക് പോകുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ ആ സ്വർണ്ണപ്പാളി എവിടെ എന്നുള്ള ചോദ്യവും വളരെ പ്രസക്തമാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 58 മിനിറ്റ് ആയിരിക്കുന്നു. വെൽക്കം ബാക്ക്. നമുക്കിപ്പം നടൻ ജയറാം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജയറാം, വെരി ഗുഡ് മോർണിംഗ്. ജയറാം, വെരി ഗുഡ് മോർണിംഗ് അരുൺജി. രാവിലെ തൊട്ട് ഞാനാണ് പ്രധാനെന്ന്
ഇല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. അത് അങ്ങനെ പറ്റിച്ചോ എന്നായിരുന്നു ഞങ്ങളുടെ സംശയം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് അറിയാമായിരുന്നു? അരുൺ അവിടെ കാണിക്കുന്നത് എന്റെ വീടല്ല കേട്ടോ, അത് ആ ഫാക്ടറിയിൽ, അമ്പത്തൂർ ഫാക്ടറിയിലാണ്. അതെ അതെ, അത് ആ സ്വർണ്ണ ഈ കട്ടളപ്പടി കാണിക്കുന്നത് ഫാക്ടറിയാണ്. ഈ സ്വർണ്ണപ്പാളിയിലെ ചില ഭാഗങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നിരുന്നോ? എല്ലാം കൊണ്ടുവന്നു. സ്വർണ്ണപ്പാളിയിലെ ചില ഭാഗങ്ങളല്ല, ഇതെല്ലാം. ആദ്യം അവിടെ പൂജയ്ക്ക് എന്നെ വിളിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉവ്വ. അപ്പോ തീർച്ചയായിട്ടും ഒരു 50 വർഷമായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ഒരു അയ്യപ്പ ഭക്തന് കിട്ടാവുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യമല്ലേ. അപ്പോ ഞാൻ നേരെ പോയി ശരണം വിളിച്ച് പൂജയിലൊക്കെ പങ്കെടുത്തു. വീരമണി രാജു പാട്ടൊക്കെ പാടി. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയ ഒരു ചെറിയ ബുദ്ധിയിൽ ഞാൻ ചോദിച്ചത്, പോണ വഴിക്ക് എന്നാ ശബരിമലയ്ക്ക് എപ്പോഴും നേരെ ഇവിടുന്ന് പോവാന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് എന്റെ വീട്ടിലെ പൂജാമുറിയുടെ അവിടെ കൂടി ഒന്ന് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ തീർച്ചയായിട്ടും എന്താ കൊണ്ടുവരാന്ന് പറഞ്ഞു. ഞാൻ നേരെ വീട്ടിലേക്ക് ഓടി. അവിടെ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു. പൂജാരിമാരെയൊക്കെ വരുത്തിച്ചു മദ്രാസിൽ നിന്ന്. എന്റെ വീടിന് അടുത്തുള്ള വീടുകളിൽ നിന്ന് എല്ലാവരെയും വിളിച്ചു. ശബരിമലയ്ക്ക് സ്ഥിരമായിട്ട് പോകുന്ന നമ്മുടെ കുമരൻ സിൽക്സിന്റെ ഓണർ കുമാർ, നമ്മുടെ ജയം രവിയുടെ ഫാമിലി, എല്ലാവരും വന്നു. എല്ലാവരും വന്ന് വലിയ ശരണം വിളി. വീരമണി രാജു മകനും വന്നിട്ട് ഫുൾ പാട്ട് പാടി. അങ്ങനെ എന്റെ പൂജാമുറിയുടെ അവിടെയും ഒരു 15 മിനിറ്റ് വെച്ചിട്ട് അങ്ങനെ എല്ലാം ഇറക്കിയില്ല കേട്ടോ. എല്ലാം ഇറക്കി അവിടെ വെക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം എല്ലാം പാക്ഡ് ആയിരുന്നു. ഈ സെലോഫിൻ പാക്കിൽ പാക്ഡ് ആയിരുന്നു. അപ്പൊ ഒരു സെക്കൻഡ് വെച്ചു, തിരിച്ചു കയറിയപ്പോ എന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു പൈസ മേടിക്കും ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടില്ല അല്ലേ? ഒന്നുമില്ല. ദക്ഷിണ മാത്രം ആ പൂജാരിമാര് വന്നവർക്കൊക്കെ ദക്ഷിണ കൊടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും അവിടെ നിന്ന് അത്രയും നേരം പൂജ ചെയ്തുകൊണ്ട് ഒരു പൂജ ദക്ഷിണ കൊടുക്കണമല്ലോ. 200 രൂപ 500 രൂപ എന്തോ പുള്ളിയുടെ കയ്യിലേക്ക് ദക്ഷിണയായിട്ട് കൊടുത്തു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാലങ്ങളായിട്ട് പരിചയമുണ്ടോ? ഒരു 5-6 വർഷമായിട്ട് അറിയാം. ഈ ഒരു സംഗതി പൂജ ഈ നടന്നതിന്റെ ഒരു 6-7 മാസം മുമ്പ് തൊട്ടറിയാം. ഈ ശബരിമലയിൽ മകരവിളക്കിന് വരുമ്പോ എല്ലാ വർഷവും കാണാറുണ്ട്. അപ്പൊ പുള്ളി ബാംഗ്ലൂരിൽ നിന്ന് ഒരുപാട് ഈ ബിസിനസ് പീപ്പിളിനെയൊക്കെ കൊണ്ടിരുന്ന ആളാണ്. അപ്പൊ അവരെയൊക്കെ പരിചയപ്പെടാറുണ്ട് മകരവിളക്കിന്. ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങേക്ക് പരിചയപ്പെടുത്തിയതെന്ന് ഓർമ്മയുണ്ടോ? അതില്ല, അവിടെ വെച്ച് അദ്ദേഹമായിട്ട് തന്നെ പരിചയപ്പെട്ടതാണ്. ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു ഭക്തനാണ് അദ്ദേഹം. ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടതാവും അല്ലേ? അതെ 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 അതെ. ഞങ്ങള് അവിടെ മകരവിളക്കിന് മേളിൽ റൂമിലുണ്ടായിരുന്നപ്പോ അവിടെ വന്ന് പരിചയപ്പെട്ടാണ്, സ്വന്തം പരിചയപ്പെട്ടാണ്. എന്റെ പേര് ഉണ്ണികൃഷ്ണനാണ്. ഓക്കെ. അതിനുശേഷം ഈ പോറ്റി തന്നെയാണോ, ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണോ വിളിച്ചു പറയുന്നത് ഇങ്ങനെ കട്ടളപ്പാളി പൂജിക്കുന്നുണ്ട് അമ്പത്തൂർ ഫാക്ടറിയിൽ വെച്ച്? ഉണ്ണികൃഷ്ണൻ പോറ്റി എന്റെ അടുത്ത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ ഞാൻ വന്നു എന്നാ. ഓ അത് ശരി. അദ്ദേഹത്തിന്റെ എന്റെ അടുത്ത് പറഞ്ഞ ഫസ്റ്റ് ഇതാണ്, എന്റെ സ്വപ്നത്തിൽ തോന്നിച്ചു നിങ്ങൾ തന്നെ വന്ന് അതിനെ പൂജ ചെയ്യണം അയ്യപ്പനെ. ഞാൻ പറഞ്ഞു മഹാഭാഗ്യാണ്, അയ്യപ്പനായിരിക്കും തോന്നിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി പൂജ. പോയത് ഈ അമ്പത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ഫാക്ടറിയിലാണ് അല്ലേ? അമ്പത്തൂർ ഫാക്ടറിയിൽ. അവിടെയാണ് ഈ കട്ടളപ്പാളി വെച്ചിരുന്നത്. അതെ 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 അതെ. അന്ന് ഈ ശില്പങ്ങൾ അവിടെ ഉണ്ടായിരുന്നതായിട്ട് ശ്രദ്ധിച്ചിരുന്നോ ആ സമയത്ത്? അതും എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ പൂജയ്ക്ക് അത് മാത്രം വെച്ചിരുന്നത് എനിക്ക് തോന്നുന്നു. എല്ലാം കൂടി ചേർത്താ കൊണ്ടുവരുന്നത്. ഒരു ഒമിനി വാനിന്റെ പുറകിൽ എല്ലാം കൂടി അടുക്കിയിരുന്നു ഇങ്ങനെ. എല്ലാം പ്ലാസ്റ്റിക് പേപ്പറുകളിൽ പൊതിഞ്ഞ് ഒരു ഒമിനി വാനിൽ ഇങ്ങനെ കിടത്തി അങ്ങനെ അത് കൊണ്ടുവരുന്നു. ദേവസ്വം ബോർഡിൽ ഉദ്യോഗസ്ഥരാരും കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ, പുള്ളി ഒറ്റയ്ക്കല്ലേ ഉണ്ടായിരുന്നത്? ഇല്ലില്ല, ആരും ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പ് ഇദ്ദേഹം ഒരു വാതില്, നമ്മുടെ 2 മെയിൻ വാതിലില്ലേ, അതും ഇതേപോലെ സ്വർണം ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു സ്വപ്നത്തില് ജയറാം വന്ന് ചെയ്യണം അത് ഇത്. അപ്പൊ ഞാൻ തൊടുപുഴയിൽ ഷൂട്ടിംഗ് നടക്കുകയാണ്. അപ്പോ ഇത് ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന വഴി എവിടെയെങ്കിലും നിർത്തിയിട്ടും ജയറാം വന്ന് പൂജ ചെയ്യാതെ ഞാൻ കൊണ്ടുപോയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോ അങ്ങനെ എനിക്ക് തോന്നണ ഏത് അമ്പലം ഞാൻ മറന്നുപോയി, ചങ്ങനാശ്ശേരിക്ക് അടുത്തോ ഏതോ ഒരു ക്ഷേത്രത്തിൽ ഒരു ദിവസം മുഴുവൻ നിർത്തി വെച്ചിരുന്നു. എന്നിട്ട് രാവിലെ ഞാൻ പോയി അതിന്റെ പൂജയൊക്കെ കാണിച്ചു. എന്നിട്ട് ആ വണ്ടിയിൽ കയറി അതിനോടൊപ്പം ശരണം വിളിച്ച ഒരു 10 കിലോമീറ്റർ ഞാൻ ട്രാവൽ ചെയ്യുകയും ചെയ്തു അതിനോടൊപ്പം. അതായത് ഈ കട്ടളപ്പാളി കൂടാതെ വാതിൽ തന്നെ കൊണ്ടുപോയി അല്ലേ? ആ വാതില് കൊണ്ടുപോകുന്ന ഒരു വലിയ വണ്ടിയിലാണ് കൊണ്ടുപോയത്. അത് ഈ കട്ടളപ്പാളി പൂജിക്കുന്നതിന് മുമ്പാണോ അതിന് ശേഷമാണോ? മുമ്പ് അതിനൊക്കെ മുമ്പ്. ഈ കോവിഡിനൊക്കെ മുമ്പാണ്? ആ കോവിഡിനൊക്കെ മുമ്പ്. അത് കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഇത് വരുന്നത് അല്ലേ? അല്ല, എനിക്ക് തോന്നുന്നു ഒരു വർഷം 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇത്. അത് ശരി. അപ്പം ഈ കട്ടളപ്പാളിക്ക് മുമ്പ് അവിടെ ഒരു സ്വർണ്ണവാതിലും ഇയാൾ പൂശി കൊടുത്തിരുന്നു അല്ലേ? സ്വർണ്ണവാതിൽ ഞാനാണ് അതിന് പോയിട്ട് വിളക്കൊക്കെ കൊളുത്തി. ഏത് ക്ഷേത്രം ഞാൻ മറന്നു. ഈ കോട്ടയം ചങ്ങനാശ്ശേരി ആ ഏരിയയിൽ എവിടെയാണ്, പെരുന്നാന്നൊക്കെ പറയുന്ന പോലെ എവിടെയോ ആണെന്ന് എനിക്ക് സംശയം. അത് അയ്യപ്പന്റെ ശ്രീകോവിലിലെ വാതിൽ എന്ന് തന്നെയാണോ പറഞ്ഞത്? അതെ അതെ അതെ. ശബരിമലയിലെ വാതില്, ശബരിമലയുടെ
വാതില്, ശ്രീകോവിലിന്റെ വാതില്, 2 വാതിലുകൾ. ഓ, അത് ഗോൾഡ് പ്ലേറ്റിംഗ് നടത്താൻ വേണ്ടി തന്നു, ഞാൻ സ്പോൺസർ ചെയ്ത് കൊടുക്കുകയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ? അതിന്റെ സ്പോൺസേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ നിന്നുള്ള 2 പേരുണ്ടായിരുന്നു. ഓ, അവരും ആ അമ്പലത്തിൽ വാഹനത്തിലുണ്ടായിരുന്നു, ആ ക്ഷേത്രത്തിലുണ്ടായിരുന്നു ആ സമയത്ത്? ഉണ്ടായിരുന്നു, അവരും ഉണ്ടായിരുന്നു. അവരും അക്കമ്പനി ഇതിങ്ങനെ വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ വണ്ടിയിൽ സൈഡിൽ ഒരു സ്ഥലത്ത് കയറിയിരുന്ന് ശരണം വിളിച്ചുകൊണ്ട് അവിടുന്ന് ശബരിമലയിലെ റൂട്ടിലേക്ക് ഒരു ചങ്ങനാശ്ശേരി വരെ എന്തോ 10 കിലോമീറ്റർ ഞാനും പോയി. എന്റെ വണ്ടിയുടെ പുറകെ കുറെ വണ്ടികൾ മാലയൊക്കെ ഇട്ട്, ഞങ്ങൾക്ക് ആ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, മാലയൊക്കെ ഇട്ട് അങ്ങ് ഇരിക്കുന്നുണ്ട്, മഞ്ഞ ഉടുപ്പിട്ടിരിക്കുന്നു, മാല. അത് തന്നെ മഞ്ഞ ഉടുപ്പിട്ട്. അതെ, അതിന്റെ ദൃശ്യങ്ങൾ ഞങ്ങളിപ്പോ കാണുന്നുണ്ട്. മാലയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പൊ അത് ഈ വാതിൽ കൊണ്ടുപോവുകയാണ് സന്നിധാനത്തേക്ക് അല്ലേ? ആ വാതിൽ ശബരിമലയ്ക്ക് കൊണ്ടുപോവുക. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വാതിൽ അവിടെ കൊണ്ടുപോയിട്ടില്ലെന്നാണ് കമ്മീഷണറും സെക്രട്ടറിയൊക്കെ ഇപ്പൊ പറയുന്നത്, അവിടെ എത്തിയിട്ടില്ലെന്ന്. അല്ലല്ല, അത് വാതിൽ തന്നെയാണ്. ഞാനല്ലേ എന്നെ പൂജ കാണിച്ചു. ആ വാതിൽ തന്നെയാണ് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അല്ലേ? ഇപ്പോഴും സന്നിധാനത്തുള്ള ആ വാതിൽ തന്നെയാണ്. വാതിൽ തന്നെയാണ്. ഓക്കെ. അതിനുശേഷം ഒരു 1-2 വർഷം കഴിഞ്ഞിട്ടാണ് ഈ കട്ടളപ്പാളി പൂജിക്കുന്നത് ചെന്നൈയിൽ. അതെ 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 അതെ. ഓക്കെ. അപ്പം അതും അങ്ങേ വിളിച്ചു, അങ്ങ് പോയി. ഈ വീരമണിയെ അങ്ങനെയാണോ വിളിക്കുന്നത്? അല്ല, വീരമണിയൊക്കെ പുള്ളി തന്നെ വിളിച്ചത്. ഓ, അത് ശരി. ഈ ഉണ്ണികൃഷ്ണൻ പൊറ്റി തന്നെയാണ് വീരമണിയെ വിളിച്ചത്? അതെ അതെ അതെ. അതിനുശേഷം എന്റെ വീടിന്റെ പൂജാമുറിയുടെ അവിടെ വന്നപ്പോ ഞാൻ വീരമണി എടുത്ത് പറഞ്ഞു എന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അയ്യോ ഞാൻ വരാം, പാട്ട് പാടാന്ന് പറഞ്ഞിട്ട് പുള്ളി മകനെ വിളിച്ചോണ്ട് ഓടി വന്ന് 2 പാട്ടൊക്കെ പാടിയിരുന്നു. പാവം. ഓക്കെ. ഞങ്ങൾക്ക് ഇത് ശ്രീകോവിലിന്റെ വാതിൽ ഞങ്ങൾ കാണുന്നുണ്ട്, ഞങ്ങളത് കൊടുക്കുന്നുണ്ട്, അത് കാണുന്നുണ്ട്. അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഞാനൊരു മഞ്ഞ ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. കറക്റ്റ്. ആ മഞ്ഞ ഷർട്ടും നിറയെ പുഷ്പാലങ്കൃതമായൊരു വാഹനം, അതിനകത്ത്. അത് തന്നെ, അതിനകത്ത് 2 വാതിലാണത്. വാതിൽ കാണുന്നുണ്ട്. ഇനി ഞങ്ങൾ അന്വേഷിക്കട്ടെ വാതിൽ അവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ശില്പപാളിയിൽ കുറച്ച് തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുവച്ചു പൂജിച്ചു. അന്ന് ആ സമയത്ത് ഈ പൂജാരിയും ഭാര്യയും മകനും ഒക്കെ ഉണ്ടായിരുന്നോ കൂടെ? ഓർമ്മിക്കുന്നുണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമേ ഉള്ളൂ, അദ്ദേഹത്തിന്റെ വേറെ ആരും കൂടെ ഉണ്ടായില്ല. ഈ വീട്ടിൽ വന്നപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി വീട്ടിൽ വന്നു. അവിടെ വെച്ച് പൂജ എന്തെങ്കിലും ചെയ്തോ വീട്ടിൽ വെച്ച്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ 2 സഹായികളും ഉണ്ടായിരുന്നു. കൂടാതെ ഞാനൊരു 3-4 പൂജാരിമാരെ നമ്മുടെ ശങ്കരമഠത്ത് നിന്ന് വിളിച്ചു വരുത്തി ഋഗ്വേദവും ഒക്കെ ഒന്ന് ജപിക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയൊന്നുമില്ല. ഞാനും ഭാര്യയും മോളും മാത്രം. മോന ആ സമയത്ത് അമേരിക്കയിലായിരുന്നു. ഞങ്ങൾ 3 പേരും മാത്രമാണ് ഇവിടെ മുഴുവൻ കാല് കഴുകി, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടക്കം കാല് കഴുകി വീടിനകത്തേക്ക് ഇത് കൊണ്ടുവന്ന് അദ്ദേഹമാണ് കയ്യിൽ ഇത് പിടിച്ചോണ്ട് വന്നത്. അദ്ദേഹം തന്നെ പൂജാമുറിയുടെ അവിടെ വെച്ചു. ഏകദേശം എത്ര സമയം അവിടെ വെച്ചിട്ടുണ്ടാവുമായിരിക്കും? ഒരു അരമണിക്കൂറോളം ഉണ്ടാവും. ഓക്കെ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നു കണ്ടു, അതിൽ ദർശനം നടത്തി, എല്ലാരും വന്ന് കണ്ടു, അതിന്റെ ആരതിക്ക് എടുത്തു, ശരണം വിളിച്ചു. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ അതെടുത്തു വണ്ടിയിൽ കൊണ്ടുവച്ചു. അത് അവിടെ നേരെ ശബരിമലയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നാണോ പറഞ്ഞത്? അതെ അതെ അതെ. അതിന്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നെ കേട്ടോ. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഫിക്സ് ചെയ്യുന്ന ഫോട്ടോയൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ. അത് കഴിഞ്ഞ് നേരെ കൊണ്ടുപോയത് സന്നിധാനത്തേക്കായിരിക്കും അല്ലേ? അതെ അതെ അതെ. പിന്നീട് എപ്പോഴെങ്കിലും അങ്ങേക്ക് ആ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞങ്ങളൊന്ന് ബന്ധപ്പെടാം, ഒന്ന് അയച്ചു തന്നേക്കണേ. ഈ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ മെമ്മറിയിലായിരിക്കും. ഓക്കെ, കുഴപ്പമില്ല. ഈ ഉദ്യോഗസ്ഥരുമായിട്ട് അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്തിരുന്നോ അതിനുശേഷം? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എല്ലാ ഉദ്ഘാടനത്തിലും എന്നെ വിളിക്കും. ഞാൻ പിന്നെ അതങ്ങ് മറ്റേ എന്തോ ഓട്ടോറിക്ഷ കൊടുക്കുന്നു, പെണ്ണുങ്ങളുടെ കല്യാണം നടത്തി കൊടുക്കുന്നു, ബാംഗ്ലൂർ മേളം ചെയ്യൂ, ശബരിമലയിൽ മേളം ചെയ്യൂ, ഇങ്ങനെ എല്ലാത്തിനും വിളിക്കും. അപ്പോ ഇതൊക്കെ ആരെങ്കിലും സ്പോൺസർ ചെയ്തിട്ടാണ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഞാനത് തിരക്കാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞേക്കും. പിന്നെ ഏതെങ്കിലും പരിപാടിയിൽ അങ്ങ് പങ്കെടുത്തിരുന്നോ? ഈ ഓട്ടോറിക്ഷ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കൊടുക്കുന്ന പരിപാടിയിൽ പങ്കെടുത്തില്ല? ഇല്ല, ഓട്ടോറിക്ഷയിൽ പങ്കെടുത്തിട്ടില്ല, മേളത്തിന് പോയിട്ടില്ല. ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ ഒരു നട പൂജിക്കാൻ വേണ്ടി എന്നെ കൊണ്ടുപോയി. പിന്നെ അത് കഴിഞ്ഞ് ഈ മറ്റേ മദ്രാസ് വരുന്ന ആ പൂജ, എന്റെ വീട്ടിന്റെ അകത്ത് വന്ന പൂജ. അത് ശരിക്കും പറഞ്ഞാൽ ജയറാം ഒരു അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ ഒരു സതുദ്ദേശത്തോടു കൂടി അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ അത് ഭാഗ്യമായി കരുതി കൊണ്ടുവയ്ക്കാൻ പറഞ്ഞില്ല. ഇങ്ങനെ ഒരു കുരുക്കാവൂന്ന് കരുതിയില്ല, അല്ലെങ്കിൽ വിവാദമാവൂന്ന് കരുതിയിട്ടില്ല. അതെ അതെ. ഇത് വന്ന കൂട്ടത്തില് മറ്റേ 2 സ്വർണ്ണ ഡോറിന് ആദ്യം കൊണ്ടുവരുന്നില്ലേ സർ? ആ ഡോറിന്റെ ലോക്ക്, ഈ കുറ്റി ഇങ്ങനെ ഇടുന്ന ലോക്കില്ലേ നടുക്ക്, അത് രണ്ടാമതും പണിത് പുതിയതാക്കി അതും ഇതേപോലെ കൊണ്ടുപോയിരുന്നു ഇതിന്റെ കൂട്ടത്തില്. അതായത് ഈ വിജ നമ്മൾ പറയുമല്ലോ ഇതിന്റെ കുറ്റി അല്ലേ? ഇത് കൊളുത്തി പൂട്ടുന്ന സാധനം, കൊളുത്ത്
അതും ഇതേപോലെ രണ്ടാമത് ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പൊ എല്ലാം ഇങ്ങനെ പുള്ളി പറയും, ഇങ്ങനെ രണ്ടാമത് അയ്യപ്പന് വേണ്ടി അത് ചെയ്തുകൊണ്ട് ഇത് ചെയ്തുകൊണ്ട് പറയാറുണ്ട്. ഓക്കെ. ഇപ്പം എന്തായാലും പറയാ, അറിയാതെ ഓരോ വിവാദങ്ങളിൽ അറിയാതൊക്കെ പെട്ടുപോകുന്നതാണ്. അയ്യോ, അതാണ് ഇപ്പൊ കേരളത്തിലുള്ള പല ക്ഷേത്രങ്ങളിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം എന്നെ വിളിക്കുക. ആനയെ നടക്കിരുത്തുന്നത്, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഗോപുര സമർപ്പണം, എല്ലാത്തിനും. ഈ താങ്കൾ ഒരു പൈസ ഇടപാട് പുള്ളിയായിട്ട് നടത്തിയിട്ടില്ലല്ലോ? അത് ഒരിടത്തും പൈസ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ? ഒന്നുമില്ല. എന്റെ ഓർമ്മയിലൊരു പുള്ളിക്ക് ദക്ഷിണയായിട്ട് 500 റുപ്യ കൊടുത്തു പൂജ ചെയ്തതിന്, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ശ്രീ ജയറാം. എന്തായാലും വ്യക്തമാക്കിയതിന് താങ്ക് യു. അപ്പോൾ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് ബോധ്യമായിട്ടുണ്ടാവുമല്ലോ. ജയറാമിനെ എങ്ങനെയാണോ ADGP ഉപയോഗിക്കുന്നത്, എങ്ങനെയാണോ ജയറാമിനെ, എങ്ങനെയാണോ മട്ടന്നൂർ ശങ്കരൻകുട്ടിയെ, എങ്ങനെയാണോ പ്രമുഖരെ ഉപയോഗിക്കുന്നത്, ആ രീതിയിലായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഓപ്പറേഷൻ. ഇപ്പോൾ VD സതീശൻ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. സ്വർണ്ണപ്പാളിയും ദ്വാരപാലക ശില്പമൊക്കെ വീണ്ടും കൊണ്ടുപോവാണ്. അതാണ് ഞാൻ പറയുന്നത്. അയ്യപ്പ വിഗ്രഹത്തിന് പ്രത്യേക സുരക്ഷ കൂടെ കൊടുക്കണം, ശരിക്കും ഇവർ ഇരിക്കുന്ന കാലത്തോളം. അതാണ് വേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായി ആരോപണം ഉന്നയിച്ച വേറെ ഇപ്പോൾ TV പ്രസാദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. TV പ്രസാദ്, കാര്യങ്ങളൊക്കെ വ്യക്തമാവുന്നവരും ദുരൂഹതകൾ ഏറുകയാണ്. ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വിവരം ജയറാമിന്റെ വെളിപ്പെടുത്തലാണ്. ഇത് ശബരിമലയിലെ കട്ടളപ്പാളി മാത്രമല്ല, സ്വർണ്ണവാതിൽ കൂടി ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതൊക്കെ ആ രേഖകളിൽ ഉണ്ടാകുമോ എന്തോ? TV പ്രസാദ് കൂടുതൽ കുരുക്ക് മുറുകുകയാണോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്? ഉറപ്പായും അരുൺ, ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ദുരൂഹ അവതാരമാണ് എന്ന കാര്യം ഏതാണ്ട് വ്യക്തമാവുകയാണ്. ഇപ്പോൾ തന്നെ ആ ചിത്രങ്ങളിലേക്ക് കാര്യങ്ങൾ തെളിയുകയാണ്. പ്രമുഖരുമായി ബന്ധം കൂടുന്നു, അവരുടെ ഭക്തി ചൂഷണം ചെയ്ത് അവരുടെ വീടുകളിൽ ശബരിമലയിലെ തന്നെ സ്വർണ്ണപ്പാളികൾ ഉൾപ്പെടെ എത്തിക്കുന്നു. അങ്ങനെ പലവിധ ഇടപാടുകൾ ഈ പോറ്റി നടത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ശബരിമലയിൽ ഒരു മേൽശാന്തിയുടെ കീഴിൽ സഹ പോറ്റിയായി എത്തിയതിന് ശേഷമാണ് അവിടെ എത്തുന്ന ഭക്തന്മാരെ, പ്രത്യേകിച്ച് പ്രമുഖരായ കോടികൾ ആസ്തിയുള്ള ഭക്തന്മാരെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ഇദ്ദേഹം ബന്ധം സ്ഥാപിക്കുന്നത് എന്നുള്ളതാണ് ശബരിമലയിൽ നിന്ന് നമുക്ക് അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം. അവിടുന്ന് ഇങ്ങോട്ടേക്ക് വർഷങ്ങളായി ശബരിമലയിൽ എത്തുന്ന ജയറാമിനെ പോലെ അതല്ലെങ്കിൽ വലിയ വലിയ ആളുകളുമായി ബന്ധം സ്ഥാപിക്കുന്നു, അവരുടെ സ്പോൺസർമാരായി മാറുന്നു. അങ്ങനെ ശബരിമലയിലേക്ക് സ്വർണവും മറ്റും സ്പോൺസർ ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ ശബരിമലയും സ്പോൺസറും അതിൻ്റെ ഇടയിലുള്ള ഒരു പാലമായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശബരിമലയുമായി അടുത്തു നിൽക്കുന്ന യഥാർത്ഥ ഭക്തന്മാരോട് അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് അരുൺ, ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്ത ഒരൊറ്റ കാര്യം മാത്രമാണ് എന്നുള്ളതാണ്. നിരവധി കാര്യങ്ങൾ ഇതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കാളും ഒരുപാട് ശബരിമലയിലുള്ള സ്വാധീനമുള്ള വേറെയും ആളുകളുണ്ട്. അവരും ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് ശബരിമലയെ അടുത്തറിയാവുന്ന ചിലരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് പുറത്തു വന്നത്. അത് പുറത്തു വരുമ്പോൾ പോലും ഇത്ര വലിയ വിവാദമുണ്ടാകുമ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അന്വേഷിക്കണം എന്നുള്ളതാണ് ശബരിമലയോട് ചേർന്ന് നിൽക്കുന്ന പലരും അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഒരു കാര്യം ഉറപ്പാണ് അരുൺ, ഇതിൽ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ, അതായത് ദുരൂഹതയുടെ ആഴം ഏറുകയാണ് എന്നുള്ളതാണ്. നേരത്തെ 1998 വിജയ് മല്യ പൂശിയ അല്ലെങ്കിൽ അവിടെ പതിച്ച സ്വർണം എവിടെ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. ഇത് ചെയ്ത കമ്പനിയുടെ അഭിഭാഷകൻ നേരത്തെ സംസാരിച്ചത് അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നത് പൂർണ്ണമായ ചെമ്പുപാളികളാണ് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നേരത്തെ പൂശിയ സ്വർണമുള്ള ആ തകിടുകൾ എവിടേക്ക് പോയി എന്ന ചോദ്യം ഉയരുന്നു. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത റെയ്സിന്റെ ഭാഗമായി വരുന്നുണ്ട്. റെയ്സ് അതിന്റെ പ്രധാനപ്പെട്ട രേഖകൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് വരുന്നതോടുകൂടി ഒന്നുകൂടി ഈ വിഷയത്തിലേക്കുള്ള ദുരൂഹത ഏറും എന്ന കാര്യം ഉറപ്പാണ് അരുൺ. ഒരു കാര്യം വ്യക്തമാണ്, എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ചെറിയ മീനല്ല, വലിയ മീനാണിത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ് ഇതെല്ലാം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരൊറ്റയാൾക്ക് ഇതെല്ലാം സാധ്യമാകുമോ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്ന ഒരൊറ്റ മറുപടി സാധ്യമാകില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എന്തൊക്കെ ചെയ്തു, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നിൽ ആരൊക്കെയായിരുന്നു എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതിൻ്റെ മറുപടി കിട്ടുന്നത് വരെ ഈ അന്വേഷണം ഇങ്ങനെ തുടരുകയും ചെയ്യും. ഉറപ്പായും ദേവസ്വത്തിന്റെ വിജിലൻസ് സംവിധാനം അന്വേഷിക്കുന്നതോടൊപ്പം ഒരുപക്ഷെ ഈ കേസ് ഉടനടി ക്രൈംബ്രാഞ്ചിലേക്ക് മാറാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എല്ലാ സംവിധാനങ്ങളും വളരെ ശക്തിയായി ഇതിൽ ഇടപെടും എന്നുള്ളതാണ് മനസ്സിലാക്കുകയും ചെയ്യുന്നത് അരുൺ.
ഇപ്പോൾ ടി വി പ്രസാദ്, ഈ സ്വർണം കാണാതായി എന്നുള്ള ആരോപണത്തെക്കാൾ പ്രധാനപ്പെട്ടത് ശബരിമലയിൽ സന്നിധാനത്ത് സൂക്ഷിക്കേണ്ട, സന്നിധാനത്ത് വളരെ പവിത്രമായി കരുതുന്ന ഈ ശ്രീകോവിലിന് മുന്നിൽ സൂക്ഷിച്ചിരിക്കുന്ന ദ്വാരപാലക ശില്പപാളിയടക്കം, സന്നിധാനത്തേക്ക് എത്തിക്കുന്ന കട്ടളപ്പാളിയടക്കം, ഇപ്പോൾ ജയറാം പറയുന്ന അനുസരിച്ചാണെങ്കിൽ അതിന് മുൻപ് സന്നിധാനത്തേക്ക് എത്തിച്ച സ്വർണ്ണ വാതിൽ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ സ്വകാര്യ പൂജ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വിവിധ കമ്പനികൾ വഴിയും വിവിധ ഏജൻസികൾ വഴിയും ഒക്കെ ഇടനിലക്കാരനായി നിൽക്കുന്ന ഒരാളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡിൽ നിന്ന് ഉദ്യോഗസ്ഥരുടെയോ ബോർഡ് അംഗങ്ങളുടെയോ ഒക്കെ പിന്തുണയില്ലാതെ ഇത് സാധ്യമാകില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും അവരെല്ലാവരും ഇനി അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരണ്ടേ? ഉറപ്പായും അരുൺ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്. അരുൺ, ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ്. ആ ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികളില്ലാതെ, ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരില്ലാതെ എങ്ങനെയാണ് ശബരിമലയുടെ സാധനങ്ങൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ ഏൽപ്പിച്ച് അത് ബാംഗ്ലൂരിലും ചെന്നൈയിലേക്കുമൊക്കെ മറിഞ്ഞു പോകുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ശബരിമലയെ, പരിപാവനമായ വിശ്വാസത്തിന്റെ ഒരു കേന്ദ്രമായ ശബരിമലയെ കച്ചവടത്തിന്റെ ഒരു കേന്ദ്രമാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ളവർ എന്നുള്ളതാണ് ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് നേരത്തെ ചോദിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് സ്വകാര്യ ഇടങ്ങളിലേക്ക് സ്വകാര്യ പൂജ നടത്തുന്ന സാധനങ്ങളായി ശബരിമലയിലെ ഭക്തർ അത്യന്തം വിശ്വാസത്തോടു കൂടി നോക്കുന്ന ഭാഗങ്ങളെ മാറ്റി എന്നുള്ളതാണ് ഇതിലെ ഗുരുതരമായ പ്രശ്നം. അതാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയത്തിൽ വലിയ മുറിവുണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യം അരുൺ. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള ആളുകൾക്ക് ശബരിമലയിലെ സാധനങ്ങൾ ഇഷ്ടം പോലെ അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകാനും അത് തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് അതിൽ ഉണ്ടായിരുന്ന സ്വർണം ഉൾപ്പെടെ ഉണ്ടോ എന്ന് പോലും കൃത്യമായി പരിശോധിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ സമൂഹത്തിലുള്ള ഒരു സാധാരണ മനുഷ്യൻ, അതല്ലെങ്കിൽ ഒരു കച്ചവട താല്പര്യം കൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ, അയാളുടെ കയ്യിലേക്ക് എങ്ങനെയാണ് ദേവസ്വം ബോർഡിന്റെ അധികൃതരും ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ ഇത് കൈമാറിയത് എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. മാത്രമല്ല, ഈ കാലയളവിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രധാനപ്പെട്ട ഒരുപാട് വ്യക്തികളുമായി വലിയ ബന്ധമുണ്ടാക്കിയിട്ടുണ്ട്. ആ ബന്ധം എന്ന് പറയുന്നത് അത് ശബരിമലയുടെ മറവിലായിരുന്നു ആ ബന്ധമുണ്ടാക്കിയത്. ഉറപ്പായും ആ ബന്ധം കച്ചവടത്തിന് ഉപയോഗിച്ചു എന്നതിന്റെ തെളിവുകൾ അത് ദേവസ്വം വിജിലൻസിന് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരുൺ, ഇന്ന് രാവിലെ പുറത്തു കൊണ്ടുവന്ന റേസ് പുറത്തുവിട്ട ദൃശ്യങ്ങളുണ്ട്. ഉറപ്പായും ആ ദൃശ്യങ്ങളാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത്. ഒരുപക്ഷെ പോറ്റി ഒന്നും ചെയ്തില്ല, പോറ്റി നിഷ്കളങ്കനാണ് എന്നുള്ള ഒരു സമീപനം, സംസാരം വരെ ഇന്നലെ രാത്രി വരെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് രാവിലെ നമ്മൾ ആ ദൃശ്യം പുറത്തു വിട്ടതോടുകൂടി ഒരു കാര്യം ഉറപ്പിക്കുകയാണ് അരുൺ. ശബരിമലയെ കച്ചവടം ചെയ്യുന്ന നിലയിലേക്ക് ഈ പോറ്റിയെ പോലെയുള്ള ആളുകൾ മാറി എന്നുള്ളതാണ്. ഉറപ്പായും അന്വേഷണത്തിലൂടെ അക്കാര്യം പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപാട് ദുരൂഹതകൾ നമ്മൾ ഓരോ ആളുകളോട് സംസാരിക്കുമ്പോഴും ഓരോ ആളുടെ പ്രതികരണം കൊണ്ടുവരുമ്പോഴും ഇതിലുള്ള ദുരൂഹത വർദ്ധിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരുൺ, താങ്ക് യു. ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. നമുക്കൊരു ചെറിയ ഇടവേള കൂടി വേണം. റിപ്പോർട്ടർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ തുടരുന്നു. ഓരോരോ ബ്രേക്കിങ്ങളായി, തുടർ ബ്രേക്കിങ്ങുകളായി ശബരിമലയിലെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് വന്നുകൊണ്ടിരിക്കും. കൂടുതൽ പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരിക്കുക. സ്റ്റേ ട്യൂൺ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തുടരാം. ഷോർട്ട് ബ്രേക്ക്.
വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. വളരെ പ്രധാനപ്പെട്ട വാർത്ത, ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. തിരുവനന്തപുരം പേട്ടയിൽ നാടോടി ബാലികയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 65 വർഷം തടവ്. ഏകപ്രതി ഹസൻകുട്ടിയെ 65 വർഷം തടവിന് വിധിച്ചിരിക്കുകയാണ് അതിവേഗ പോക്സോ കോടതി. ഹരിമോഹൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? അരുൺകുമാർ, 65 വർഷം കഠിന തടവാണ് പേട്ടയിൽ നാടോടി ബാലികയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ തിരുവനന്തപുരം അതിവേഗ പോക്സോ കോടതി വിധിച്ചിരിക്കുന്നത്. 65 വർഷം കഠിന തടവ് ശിക്ഷ, അതായത് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും പരമാവധി ശിക്ഷയാണ്. വിവിധ വകുപ്പുകളിലായി 65 വർഷത്തെ തടവ് എന്നുള്ള നിലയ്ക്ക്, കഠിന തടവ് എന്നുള്ള നിലയ്ക്ക് അതിവേഗ പോക്സോ കോടതി വിധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ആയിക്കൊണ്ട് ആറ്റിങ്ങൽ ഇടവ സ്വദേശിയായിട്ടുള്ള ഹസൻകുട്ടിയെ കണ്ടിരുന്നത്. അതായത് കുറ്റക്കാരനാക്കി കോടതി വിധിച്ചിരുന്നു. അതിന്റെ ശിക്ഷാവിധിയായിരുന്നു ഇന്ന് പ്രഖ്യാപിച്ചത്. കൃത്യമായി പ്രതിക്കെതിരായിട്ടുള്ള എല്ലാ തെളിവുകളും പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പ്രോസിക്യൂഷൻ സമർപ്പിച്ച എല്ലാ തെളിവുകളും അംഗീകരിച്ച ശേഷമാണ് ഇത്തരത്തിലൊരു വിധിയിലേക്ക് എത്തിയിരിക്കുന്നത്. ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും പ്രതിക്ക് എതിരായിരുന്നു. പ്രതിയുടെ വസ്ത്രത്തിൽ നിന്ന് കുട്ടിയുടെ മുടിയടക്കം ലഭിച്ചിട്ടുള്ള തെളിവുകൾ കോടതി കൃത്യമായി പരിഗണിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതായത് തട്ടിക്കൊണ്ടുപോവുക, ഒപ്പം തന്നെ പീഡിപ്പിക്കുക, തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുക തുടങ്ങിയ വകുപ്പുകളിലാണ് ഇപ്പോൾ പ്രതിക്കെതിരെ കോടതി ശിക്ഷ ചുമത്തിയിരിക്കുന്നത്. അത് 65 വർഷം കഠിന തടവാണ്. വിധി പകർപ്പ് പുറത്തുവിടുമ്പോൾ കോടതി പരിഗണിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ വെളിച്ചത്താകും. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായി നോക്കിക്കാണേണ്ടത് പരമാവധി ശിക്ഷയിലേക്ക് കോടതി എത്താനുള്ള ഒരു പ്രധാന കാരണം പ്രതിയുടെ മുൻകാല പശ്ചാത്തലം. അതായത് നേരത്തെ തന്നെ പോക്സോ കേസിൽ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഹസൻകുട്ടി എന്ന് പറയുന്നത്. കൊല്ലം ആയൂരിൽ ഒരു പോക്സോ കേസിൽ നേരത്തെ ഇയാൾ പ്രതിയായിരുന്നു. അന്ന് കേസിൽ റിമാൻഡിലായിരുന്നു. പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങി പോയി വീണ്ടും കുറ്റകൃത്യം നടത്തി. അതുകൊണ്ടാണ് ഈ മുൻകാല പശ്ചാത്തലം പരിഗണിച്ചുകൊണ്ട് കോടതി പരമാവധി ശിക്ഷ നൽകുക എന്നുള്ള രീതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ജീവപര്യന്തം കഠിന തടവായിരുന്നു പ്രോസിക്യൂഷൻ ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ടിരുന്നതെങ്കിലും അതിൽ വിവിധ വകുപ്പുകളിലായിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ശിക്ഷ നൽകിയിരിക്കുന്നത്. ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം. എങ്കിൽ പോലും 65 വർഷം എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നോക്കിക്കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും കൃത്യമായി തെളിവുകൾ പ്രതിക്കെതിരെ ഉണ്ടായിരുന്നു. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അതിവേഗ പോക്സോ കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. അന്ന് ഈ സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഏകദേശം 5 ടീമുകളോളമായി പോലീസ് നിന്നുകൊണ്ട് പരിശോധിച്ച് ഒരു സംസ്ഥാനം മുഴുവൻ ഇറങ്ങി പരിശോധിക്കുന്ന ഒരു നിലയിലായിരുന്നു അന്ന് കാര്യങ്ങൾ. അന്ന് രാത്രിയിലുടനീളം പരിശോധന നടത്തി. പിറ്റേ ദിവസമാണ് ഈ കുട്ടിയെ കിട്ടുന്നത്. ബ്രഹ്മോസിന് പുറകിലെ കുറ്റിക്കാട്ടിൽ പ്രതി കുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അന്ന് ഒരു അത്യാസന്ന നിലയിലായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത്. ആശുപത്രിയിൽ എത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അന്ന് കുട്ടി രക്ഷപ്പെട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വ്യക്തമാക്കിയിരുന്നു. ഇതുകൂടി കോടതി പരിഗണിച്ചിട്ടുണ്ട്. അതായത് മരണാസന്നയായി കിടന്ന കുട്ടി എന്നുള്ള നിലയിലാണ് കോടതി അത് പരിഗണിച്ചിരിക്കുന്നത്. നേരത്തെ വിധി പറഞ്ഞ സമയത്ത്, കുറ്റക്കാരനായി കണ്ടുകൊണ്ടുള്ള വിധി പറയുന്ന സമയത്തും കോടതി ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ ആ കേസിൽ തന്നെ ശിക്ഷാവിധിയും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ പ്രതിയുടെ മുൻകാല പശ്ചാത്തലം, ഒപ്പം തന്നെ പ്രതി തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചത്, പ്രതിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള തെളിവുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കോടതി പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ശാസ്ത്രീയ തെളിവുകൾ വളരെ നിർണായകമായിട്ടുണ്ട്. ശാസ്ത്രീയ തെളിവുകൾ എന്ന് പറയുമ്പോൾ ഫോറൻസിക് പരിശോധനയിലാണ് ഈ മുടിയടക്കമുള്ള തെളിവുകൾ പ്രതിക്കെതിരെ നിർണായകമായതായി പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അത് കോടതിയിൽ സമർപ്പിക്കുകയും അത് കോടതി വലിയ രീതിയിൽ പരിഗണിക്കുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമായതുമാണ്. അതുകൊണ്ട് തന്നെ പ്രതിയുടെ മുൻകാല പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ 65 വർഷത്തെ കഠിന തടവ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് വിവിധ വകുപ്പുകളാണ് കോടതി ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്ന. പോക്സോ വകുപ്പിലെ 5-ാമത്തെ സെക്ഷൻ, ഒപ്പം തന്നെ പോക്സോ വകുപ്പിലെ 5-ാമത്തെ സെക്ഷനിൽ തന്നെ 5M, 5R തുടങ്ങിയ സെക്ഷനുകളാണ് ചേർത്തിരിക്കുന്നത്. ഒപ്പം IPCയിലെ തന്നെ സെക്ഷൻ 307, അതായത് അത് സെക്ഷൻ 300 IPC വകുപ്പാണ്. ഒപ്പം തന്നെ 364, 354A തുടങ്ങിയ വകുപ്പുകൾ കൂടി ചേർത്തിട്ടുണ്ട്. അതായത് വിവിധ വകുപ്പുകളിലായിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ശിക്ഷ വന്നിരിക്കുന്നത് എന്നുള്ളത് കൂടി ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. ഇതിൽ 22 വർഷത്തെ തടവ് വന്നിരിക്കുന്നത് പോക്സോ 5-ാമത്തെ സെക്ഷനിൽ മാത്രമാണ്. ബാക്കിയുള്ളതാണ് ഈ വകുപ്പുകളെല്ലാം വീതിച്ച് നൽകിയിരിക്കുന്നത്. പക്ഷേ പോക്സോ കേസിൽ തന്നെയാണ് അത്തരത്തിൽ പോക്സോ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് തന്നെയാണ് 22 വർഷം ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത്. മറ്റൊന്ന് 10 വർഷത്തെ കഠിന തടവാണ്. അത് IPC 307-ാം വകുപ്പ് പ്രകാരമാണ് അത് എന്നുള്ളതാണ്. അത് ഒരുമിച്ച് ഈ ശിക്ഷ 65 വർഷമാണെങ്കിൽ പോലും ഈ ശിക്ഷകളെല്ലാം ഒരുമിച്ച്, ഈ തടവ് ശിക്ഷയെല്ലാം ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഇതിനകത്ത് ഈ കൃത്യമായി പ്രതിക്കെതിരായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചിരിക്കുന്നു എന്നുകൂടി ചൂണ്ടിക്കാണിക്കേണ്ടത് ഉണ്ട്. ഇതുകൂടാതെ പിഴ ശിക്ഷ കൂടി ചുമത്തിയിട്ടുണ്ട്. ഇതിന്റെ കണക്കുകൾ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. കാരണം വിധി പകർപ്പ് പൂർണ്ണമായി
പൂർണ്ണമായിട്ടും വായിച്ച് അതിനുശേഷം മാത്രമായിരിക്കും അത് പുറത്തേക്ക് വരിക. പ്രോസിക്യൂട്ടർ അടക്കമുള്ള ആളുകൾ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അന്ന് ഈ സമയത്ത് ഈ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ഏകദേശം 100ഓളം CCTV ക്യാമറകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടി ബ്രഹ്മോസിന്റെ പുറകിലുള്ള കുറ്റിക്കാട്ടിൽ ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാവുകയും അന്ന് പോലീസ് അതിവേഗത്തിൽ നീങ്ങിയതുകൊണ്ടാണ് കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ഇതിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അത് ഒരു ദിവസത്തിന് മുകളിൽ അന്വേഷണം കൊണ്ടുപോകേണ്ടി വന്നു. കാരണം ഈ ചാക്കയിൽ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് വലിയ ദൂരെയൊന്നും അല്ലാതെയാണ് കുട്ടിയെ കണ്ടെത്തിയതെങ്കിൽ പോലും ആ കുട്ടിയെ കൊണ്ടുപോകുന്ന വഴി മാത്രമാണ് CCTV ഉണ്ടായിരുന്നത്. ഈ കുട്ടിയെ ഈ കുറ്റിക്കാട്ടിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തുന്ന സമയത്ത് ആ പരിസരത്ത് CCTV ദൃശ്യങ്ങൾ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചെങ്കിലും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ പോകുന്ന വഴിക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അത്രയും കാലതാമസം എടുത്തത് എന്നുള്ളതാണ്. അപ്പോൾ പ്രതി വളരെ കൃത്യമായി കുട്ടി എവിടെയാണ് കിടന്നുറങ്ങുന്നത്, ബന്ധുക്കളോടൊപ്പമാണോ സഹോദരനോടൊപ്പമാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായി നിരീക്ഷിച്ച ശേഷം ആണ് ഇത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി കുറ്റകൃത്യം ചെയ്തത് എന്നുള്ളതാണ്. അതായത് കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ട് CCTV ക്യാമറകളുടെ കണ്ണിൽ പരമാവധി പെടാതെ കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു പ്രതി ഉദ്ദേശിച്ചിരുന്നത്. ഇയാളുടെ മുൻകാല പശ്ചാത്തലം കൂടി പരിഗണിച്ചാൽ ഇയാൾ സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കുറ്റകൃത്യങ്ങൾ നടത്തുന്നത് എന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കോടതി അത് പരിഗണിക്കുകയും പ്രോസിക്യൂഷന്റെ ആവശ്യം പൂർണ്ണമായി അംഗീകരിക്കുകയും ചെയ്തത് എന്നുള്ളതാണ്. എന്തായാലും അതിനകത്ത് ഇനി മറ്റു പ്രതികളൊന്നുമില്ല. ആറ്റിങ്ങൽ എടവ സ്വദേശിയായിട്ടുള്ള ഹസൻകുട്ടി, മറ്റു പേരുകളുമുണ്ട്. അബു എന്നും കബീർ എന്നും ഇയാളെ വിളിക്കാറുണ്ട്. പല സ്ഥലങ്ങളിൽ പല പേരുകളാണ് ഇയാൾക്കുള്ളത്. പിന്നിട്ടിട്ടുണ്ടാവില്ലേ? അതായത് ഇനി ഇയാൾക്ക് തിരിച്ചു പുറത്തിറങ്ങാൻ കഴിയില്ല, ജയിലിനുള്ളിൽ തന്നെ ശിഷ്ടകാലം വേണ്ടിവരും അല്ലേ? തീർച്ചയായിട്ടും. അതായത് ആജീവനാന്ത കാലം എന്നുള്ളതാണ് നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പദം എന്ന് പറയുന്നത്. ഏകദേശം ആ വയസ്സ് 50-ന് മുകളിൽ എന്തായാലും പ്രായമുണ്ടാകും. 60 ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. പക്ഷേ എങ്കിൽ പോലും ഇനിയിപ്പോൾ ആ ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ പോലും അയാളുടെ ശിഷ്ടകാലം ജയിലിനുള്ളിലായിരിക്കും എന്നുള്ളതാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാന കാര്യം. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുകൂടിയാണ് കോടതി ഇത്തരത്തിലൊരു വിധി പ്രഖ്യാപനത്തിലേക്ക് വന്നിട്ടുള്ളത്. പ്രോസിക്യൂഷന്റെ ആവശ്യവും അത് തന്നെയായിരുന്നു. ജീവപര്യന്തം കഠിന തടവ് അല്ലെങ്കിൽ ആജീവനാന്ത പരമാവധി ശിക്ഷ, ആജീവനാന്ത തടവ് എന്നുള്ള നിലയ്ക്കായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എല്ലാ വകുപ്പുകളും പരിശോധിച്ചുകൊണ്ട് ഗൂഢാലോചനയും ഒപ്പം തന്നെ വധശ്രമവും തട്ടിക്കൊണ്ടുപോകലും പീഡനവും തെളിവ് നശിപ്പിക്കലും ഗൂഢാലോചനയും അടക്കമുള്ള കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി ഇത്തരത്തിലൊരു ശിക്ഷാവിധിയിലേക്ക് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഏകദേശം 1 ലക്ഷത്തിന് മുകളിലേക്ക് പിഴയും വരുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. എന്തായാലും അതിനകത്ത് ഇനിയിപ്പോൾ ഇയാൾക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുക എന്ന് പറയുന്നത് തീരെ സാധ്യമല്ല എന്നുള്ളതാണ്. അത് എത്ര ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാലും അത് സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം പോക്സോ വകുപ്പിൽ തന്നെ 22 വർഷം തടവ് വരുന്നുണ്ട്. അത് 2 വകുപ്പുകളിലായി 22 44 വർഷം വരുന്നുണ്ട് എന്നുള്ളതാണ്. ബാക്കി IPC വകുപ്പുകളെല്ലാം കൂടി ചേർത്താണ് ഈ 65 വർഷത്തെ കഠിന തടവ് എന്ന് തിരുവനന്തപുരം അതിവേഗ പോക്സോ കോടതി വിധിച്ചിരിക്കുന്നത്. അരുൺ.